ഹായ്, എസ് പി അരുളിലാണ്. ചാനലുകളായിരുന്നാലും ഓൺലൈൻ മാധ്യമങ്ങളായിരുന്നാലും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പാമ്പ് കടിയുടെ വാർത്തയാണ്. ആൾക്കാർ വല്ലാതെ പാനിക്കാകുന്നുണ്ട്. പലയിടങ്ങളിലും ചർച്ചാ വിഷയങ്ങൾ പാമ്പ് കടി എന്നുള്ളതും വീടിനകത്ത് ഏതും തൊടാനായിട്ട് ആൾക്കാർക്ക് ഭയമുണ്ടാകുന്നുണ്ട്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ആശങ്ക സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരു കാര്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ, ആദ്യം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ഈ ഭയമല്ല, ഭീതിയല്ല, നിങ്ങൾക്ക് ജാഗ്രത ഉണ്ടായാൽ മതി. നിങ്ങൾക്കൊരു പ്രതികരണം കൂടി ഇതിനെ സംബന്ധിച്ച് കേൾപ്പിച്ചു തരാം. എന്തായാലും ഒരു കാര്യമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാമ്പ് എന്ന് പറയുന്ന ജന്തു ഈ ഭൂമിയിലുള്ള ഒരു ഉരകവർഗത്തിൽപ്പെട്ട ഒരു ജന്തുവാണ്. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നിടത്ത് അതിന് വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഈ ഉരക ജന്തുക്കൾ അവരിപ്പോൾ ഈ ചൂടായപ്പോൾ സാധാരണഗതിയിൽ മറ്റ് സന്ദർഭങ്ങളിലൊന്നും വീട്ടിൽ കയറി വരാറില്ലല്ലോ. ആ സാധനത്തിന് ഇപ്പോൾ എന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ, ഹൈ ടെമ്പറേച്ചർ ആയപ്പോൾ ചൂടുകൊണ്ട്, ഇപ്പോൾ എങ്ങനെയാണോ വീടിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് സമാനമാണ് മണ്ണിൻ്റെ അടിയിൽ അവരിയ്ക്കുമ്പോൾ. ഈ മണ്ണിലെ ഈ ജലാംശം കുറഞ്ഞു വരുന്ന സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൂട് ഏൽക്കുമ്പോൾ നനഞ്ഞ പ്രതലത്തിലേക്ക് വന്നിരിക്കാനാണ് ഇവർ പുറത്തേക്ക് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നനഞ്ഞ ഇടങ്ങളിൽ പോയി ചുരുണ്ട് കിടക്കുക. അത് ഈ പാമ്പ് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ ഏത് മിണ്ടാപ്രാണികൾ നോക്കിയാലും തണുപ്പുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർ കിടക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്രമാത്രം ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ പാമ്പ് കടിയേറ്റുണ്ടായ ആ ഒരു കുഞ്ഞിൻ്റെയൊക്കെ മരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു പ്രത്യേകിച്ച് രക്ഷിതാക്കളായിട്ടുള്ളവർക്ക് ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഹൃദയം തകർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാമ്പ് ഒരിക്കലും നിങ്ങളെ ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യില്ല. അത് എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ അത് ഭയം കൊണ്ട് തിരിച്ച് എന്ത് ചെയ്യണമാണ്, പ്രതികരിക്കുന്നതാണ്. അല്ലാതെ നിങ്ങളെ എന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് ഒരിക്കലും അത് കടിക്കാൻ വരുന്നതാണെന്ന് ആരും കരുതേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ പറയാറില്ലേ, ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ലേ എന്ന് ചോദിക്കുന്ന പോലെ, അത് സുരക്ഷിതമായി ഇരിക്കുന്നൊരിടത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ അത് പെട്ടെന്ന് അത് ഭയപ്പെടും, അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു എന്നുള്ളതിരിക്കുക അതിൻ്റെ ഒരു പ്രതിരോധ മാർഗം അത് സ്വീകരിക്കുന്നതാണ്. അതിൽ വിഷാംശം ഉള്ളത് കൊണ്ട് മരണങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കുട്ടികളെല്ലാം വീട്ടിലുള്ള സന്ദർഭമാണ്. എല്ലാവരും ഒരു ശ്രദ്ധ എല്ലാ കാര്യത്തിലും, നമ്മുടെ ബ്ലൈൻഡായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത്ര ലാഘവത്തോടു കൂടി ചെയ്യാതിരിക്കുക. കാര്യം എന്ത് കാര്യവും എടുക്കുന്നതിന് മുന്നോടിയായിട്ട്, ഇപ്പോൾ പഴകിയ കൂട്ടം കൂടി കിടക്കുന്ന ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾ എടുക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് നമ്മുടെ മനസ്സിലൊരു ജാഗ്രത വേണം. കാര്യം അത് നിങ്ങളെ കടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പാമ്പായിരിക്കില്ല. എടുക്കുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ്, പാമ്പ് ഇപ്പോൾ പറയാറില്ലേ, നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാറില്ല, പരമാവധി അത് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കും. അതിന് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് കാണുന്നിടത്താണ് അത് തിരിച്ച് പ്രതികരിക്കാൻ സാധ്യത ഉള്ളത്. അങ്ങനെയുള്ളതാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ചെടിച്ചട്ടികളുടെ മൂട്ടിലോ വീട്ടിനകത്ത് കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങൾ അനക്കം തട്ടാതെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇവർ കയറി ഇരിക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കുട്ടികളെ കൂടി ഒന്ന് പരിശീലിപ്പിക്കണം. കുട്ടികളോട് കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മക്കളെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്ത് കാര്യത്തിൽ, ഏതെങ്കിലും കാര്യത്തിൽ, ഇപ്പോൾ പന്ത് കളിക്കുന്നവരാണ്, ബോൾ ഉരുണ്ട് എവിടെയെങ്കിലും കയറിപ്പോകും. അതെടുക്കാൻ ചെന്ന് കൈയിടുമ്പോഴായിരിക്കും ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ 2 മക്കളുള്ളത് കൊണ്ട് ഇപ്പോൾ ഞാൻ അവരോട് പറയാൻ ശ്രമിക്കാറുണ്ട്. അത് പ്രാവർത്തികമാക്കേണ്ടതാണ്. കാര്യം ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പലപ്പോഴും പലയിടത്തും അപകടങ്ങൾ പതിയിരിക്കുന്നത് ഇവിടെയൊക്കെ ആയിരിക്കും. എന്തായാലും ഇതിനെ സംബന്ധിച്ച് പാമ്പ് പിടിക്കാൻ വരുന്ന വിദഗ്ധർ പറഞ്ഞ ഒരു കാര്യം മനോരമ ന്യൂസിൽ കേൾക്കാനിടയായി. നിങ്ങൾ കൂടി കേട്ടിരിക്കണം. പാമ്പ് ഒരിക്കലും നിങ്ങളെ തിരഞ്ഞുപിടിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യമെങ്കിലും നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന വിശ്വാസികളൊക്കെ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നവരാണല്ലേ. അപ്പോൾ ആ സാധനമാണ് ഇപ്പോൾ നിങ്ങൾ പാമ്പായി മാറിയിരിക്കുന്നത്. നമുക്ക് നേരെ അറ്റാക്ക് വരുമ്പോൾ നാഗദൈവം എല്ലാം പോയി അത് വെറും പാമ്പായി മാറുന്നൊരു തമാശ കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. എന്തായാലും ആ പാമ്പിനെ സംബന്ധിച്ചുള്ള ജാഗ്രതയെക്കുറിച്ച് വിദഗ്ധരായിട്ടുള്ളവർ പറയുന്ന കാര്യം ഒന്നും കേട്ടെ. ശരിക്കും പേടിയല്ല വേണ്ടത്, ജാഗ്രതയാണ്. നമ്മളിപ്പോൾ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പാനിക്കായിട്ട് ഓടുകയല്ല ചെയ്യേണ്ടത്. അത് നമ്മൾ ഇന്നുവരെ ഒരു പാമ്പ് ആരെയും വന്ന് അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചിട്ടുള്ള ചരിത്രമില്ല. നമ്മൾ ദൂരെ നിന്ന് പാമ്പിനെ വീക്ഷിക്കുക. പിന്നെ നമ്മുടെ വനംവകുപ്പിൻ്റെ തന്നെ സർപ്പ എന്ന് പറഞ്ഞ ആപ്പുണ്ട്. അപ്പോൾ എല്ലാ ഫോണിലും, ആൻഡ്രോയിഡ് ഫോണുകളിലും എല്ലാം ഇത് ലഭ്യമാണ്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് സ്നേക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ഓപ്ഷൻ വരും. അപ്പം പാമ്പിനെ കണ്ടില്ലെങ്കിലും ആ സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിയറസ്റ്റ് റെസ്ക്യൂർ ആരാണോ അവരുടെ 3 നമ്പർ അവർക്ക് കോൺടാക്ട് നമ്പർ കിട്ടും. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറിൽ റെസ്ക്യൂർ എത്തും. അല്ലാതെ തന്നെ ഇത് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും നമുക്കിപ്പം ഈ റിപ്പോർട്ട് ചെയ്യാൻ നേരത്തെ. അപ്പം റെസ്ക്യൂസ് അങ്ങോട്ട് വിളിക്കും അവരുടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഭയം വേണ്ട, ജാഗ്രത മതി. നമുക്ക് ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്ന ദീക്ഷിത് എന്ന് പറയുന്ന കുട്ടിയുടെ വീടുകളിലൊക്കെ പഴയ വീടുകളിലാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു പഴയ വീട്ടിലാണ്. എൻ്റെ വീട്ടിലും ഈ സംഭവം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരിടമാണ്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത. കാര്യം തൊട്ടടുത്ത പ്രദേശത്തൊക്കെ ഇത് ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ രണ്ടുപേരും ക്രിക്കറ്റിൻ്റെ പുറകിലായതുകൊണ്ട് ബോൾ പോകുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് പരമാവധി വീടിൻ്റെ ചുറ്റാകെ
പുല്ല് പടർന്ന് കിടക്കാൻ അനുവദിക്കാതിരിക്കുക, അതിൻ്റെ ഇടയിൽ നനവുള്ളത് കൊണ്ട് വന്ന് കിടക്കാൻ സാധ്യത ഉണ്ടായിരിക്കാം. ഈ തൊട്ടടുത്തൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ കൂട്ടം കൂടി ഇട്ടേക്കാതിരിക്കുക, വീട്ടിൻ്റെ കുറച്ച് ദൂരത്തേക്കൊക്കെ ആക്കിയാൽ അവർ രാത്രി വന്ന് പതിയിരുന്ന് ഇരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടി ഒന്ന് ജാഗ്രത പാലിച്ച്, നമ്മൾ ഇപ്പോൾ വിദഗ്ധരായിട്ടുള്ളവർ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അകലം പാലിക്കുക, അത് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ, അനക്കമുണ്ടോ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത്തരം കാര്യങ്ങൾക്കൊപ്പം തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് തന്നെ നടപ്പാക്കിയ ഒരു കാര്യം കൂടിയുണ്ട്. 108 ആംബുലൻസ് വിളിച്ചാൽ ആൻറ്റിവെനം ആംബുലൻസിനകത്ത് തന്നെ ഉണ്ട്. പാമ്പ് കടിച്ചു എന്ന് സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനടി ആൻറ്റിവെനം 108 ആംബുലൻസ് വഴി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നമ്മൾ കൂടുതൽ കരുതലോടെ നേരിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മറികടന്ന് പോകാവുന്നതേ ഉള്ളൂ. വേനൽ കൊണ്ട് എല്ലാത്തരം ജന്തുക്കളും വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിൽ ഉരക ജന്തുക്കളുടെ പെട്ട പാമ്പും അതിൻ്റെ ബുദ്ധിമുട്ടായിട്ടാണ് നമ്മുടെ വീട് ഉള്ള പ്രദേശങ്ങളിൽ കൂടുതൽ വെള്ള യൂസേജ് ഉള്ളത് കൊണ്ട് തന്നെ പല പ്രദേശത്തും എന്തുണ്ടോ നനവുണ്ടാകും. അപ്പോൾ അവർ ആ പ്രദേശം തേടി വരുന്നതാണ് എന്നുള്ള സാമാന്യമായിട്ടുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം. ഇതിപ്പോൾ ആര് വിചാരിച്ചാലും ഒറ്റയടിക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സകലമാന പാമ്പുകളെ ഈ നാട്ടിൽ വന്ന് തല്ലിക്കൊല്ലാനോ പിടിച്ചുകൊണ്ട് പോകാനോ കഴിയില്ല. അത് ഏതെങ്കിലുമൊക്കെ പൊത്തുകളിലോ വാരങ്ങളിലോ ഏതെങ്കിലുമൊക്കെ ചില ഇടങ്ങളിൽ കയറിയിരിക്കാം. അത് ഈ നിലവിൽ വളരെ അല്ലെങ്കിൽ സഹവസിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് ബുദ്ധിമുട്ടാകുമ്പോൾ മറ്റൊരിടം തേടി പോകുന്ന സന്ദർഭമായതുകൊണ്ട് നമ്മൾ കുട്ടികളെ കൂടുതൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്.